പുരുഷൻ്റെയും സ്ത്രീയുടെയും DNA പപ്പാതിയാണ് ഭ്രൂണത്തിന് കിട്ടുന്നത്. അതിൽ പുരുഷൻ്റെ DNA പകുതി ഇരിക്കുന്നത് ബീജത്തിലാണ്. ബീജത്തിനുള്ളിലിരിക്കുന്ന DNA ചില കണ്ടീഷൻസിൽ ഫ്രാഗ്മെൻറ്റഡ് ആകാൻ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിന് വേണ്ടി ടെസ്റ്റ് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റാണ് സ്പെർം DNA ഫ്രാഗ്മെൻറ്റേഷൻ. ഇപ്പോൾ ചില പേഷ്യൻസ് നമ്മളോട് ചോദിക്കുന്നതാണ്, എൻ്റെ സെമൻ അനാലിസിസ് നോർമലാണ്, ഇതുവരെ അതിന് കുഴപ്പമൊന്നുമില്ല, അപ്പം ഞാൻ ഈ ടെസ്റ്റൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. പൊതുവേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സെമൻ അനാലിസിസ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ട് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ സെമൻ നോക്കി ചെയ്യുന്നൊരു പരിശോധനയാണ്. അതിൽ നിന്ന് വളരെ ആഴത്തിലേക്ക് ചെന്ന് DNA ഫ്രാഗ്മെൻറ്റേഷൻ നോക്കുന്ന കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആണ് സ്പെർം DNA ഫ്രാഗ്മെൻറ്റേഷൻ. മെയിൻലി നമുക്ക് 2 തരം പേഷ്യൻസിന് ഇത് അഡ്വൈസ് ചെയ്യാവുന്നതാണ്. ഒന്ന്, ഒരുപാട് അബോർഷൻസ് ആയിട്ടുള്ള ദമ്പതിമാർ. അപ്പോൾ അവർക്ക് പുരുഷനും സ്ത്രീക്കും കുറച്ചധികം ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും, എന്തുകൊണ്ടാണ് അബോർഷൻസ് ആവുന്നതെന്നറിയാൻ. അപ്പോൾ അതിൽ പുരുഷന് ചെയ്യുന്ന മെയിനായിട്ടുള്ള ടെസ്റ്റാണ് സ്പെർം DNA ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള DNA ഇരിക്കുന്ന ബീജമാണ് അണ്ഡവുമായി ചേർന്ന് ഭ്രൂണമായതെങ്കിൽ അങ്ങനത്തെ ഭ്രൂണത്തിന് ഗർഭപാത്രത്തിൽ ഉറയ്ക്കാനുള്ള ശക്തിയും കുറവായിരിക്കും. അതേപോലെ തന്നെ പെട്ടെന്ന് അബോർഷൻ ആവാൻ ഉള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി, അതായത് ഒരുപാട് നാളായിട്ട് ഇൻഫെർട്ടിലിറ്റിക്ക് ചികിത്സ എടുക്കുന്ന ദമ്പതിമാരായിരിക്കും. അവർക്ക് പ്രത്യേകിച്ച് വേറെ അസുഖങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടായിരുന്ന അസുഖങ്ങൾ ചികിത്സിച്ച് സർജിക്കലിയോ അല്ലാതെയോ ഭേദമായി കാണും. എന്നിട്ടും IVF ചെയ്തു, പലതും ചെയ്തു, പിന്നെ നെഗറ്റീവ് ആകുന്നു. അങ്ങനത്തെ സിറ്റുവേഷൻസിലും നോർമൽ സെമൻ അനാലിസിസ് ആണെങ്കിൽ കൂടി സ്പെർം DNA ഫ്രാഗ്മെൻറ്റേഷൻ ചെയ്തു നോക്കാവുന്നതാണ്. ആർക്കൊക്കെയാണ് ഇത് കൂടി നിൽക്കാൻ സാധ്യതയുള്ളത്? ആദ്യം പറയേണ്ടത് ഏജ് ആണ്. അതായത് പുരുഷൻ്റെ പ്രായം 50-55 മുകളിലേക്ക് പോകുന്തോറും ഈ DNA ഫ്രാഗ്മെൻറ്റേഷൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ചില അസുഖങ്ങൾ, ഉദാഹരണത്തിന് ഒരുപാട് കാലമായിട്ട് അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുന്ന ഡയബറ്റിസ്, ക്യാൻസർ വന്നിട്ടുള്ള പുരുഷന്മാർ, അല്ലെങ്കിൽ ക്യാൻസർ ഉള്ളവർ ഇപ്പോൾ അതിന് കീമോതെറാപ്പി, റേഡിയോതെറാപ്പി പോലത്തെ ചികിത്സകൾ എടുത്തു കഴിഞ്ഞവർ, പിന്നെ വെരിക്കോസീൽ എന്ന് പറയുന്ന അസുഖം ഉള്ളവർ. പൊതുവേ വെരിക്കോസീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സെമൻ അനാലിസിസ് നോർമൽ ആണെങ്കിൽ അതിന് ചികിത്സ ഉടനെ എടുക്കാറില്ല. പക്ഷേ നോർമൽ സെമൻ അനാലിസിസ് കണ്ടിട്ടും ചികിത്സകളൊന്നും ഫലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ DNA ഫ്രാഗ്മെൻറ്റേഷൻ ചെയ്യണം. പിന്നെ ലൈഫ് സ്റ്റൈലിലുള്ള ചില സ്വഭാവങ്ങൾ, അതായത് സ്മോക്കിംഗ്, പുകവലിയാണ് ഒരു വലിയ പ്രശ്നം. സ്പെർം DNA ഫ്രാഗ്മെൻറ്റേഷൻ വളരെയധികം കൂട്ടുന്ന ഒരു കാര്യമാണ് പുകവലി. അതേപോലെ തന്നെ ഡ്രഗ് യൂസ്, പിന്നെ ഡയറ്റ് വളരെ മോശം, എക്സസൈസ് തീരെയില്ല, അതുകൊണ്ടുണ്ടാകുന്ന അമിതവണ്ണം, ഇതും ഒരു കാരണമാണ്. ഒരുപാട് പൊല്യൂഷനുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർ, ഒരുപാട് റേഡിയേഷൻ എക്സ്പോഷറുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഒരുപാട് ചൂടുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുകയോ ജീവിക്കുകയോ ചെയ്യുന്നവർ, ഉദാഹരണത്തിന് ഒരുപാട് വെയിലത്ത് യാത്ര ചെയ്യുന്നവരോ മരുഭൂമിയിൽ ജോലി ചെയ്യുന്നവരോ അങ്ങനെയുള്ളവരിലൊക്കെ ഇത് കൂടുതലായി കാണാവുന്നതാണ്.